ഹായ് ഫ്രണ്ട്സ്, പ്രവിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് പൂക്കൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ മുറ്റത്തുള്ള ചെടികളാണ് ഇതൊക്കെ. എനിക്ക് ഇലച്ചെടീനേക്കായി ഇഷ്ടം നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ ഏതാ വെച്ചാൽ അത് ഞാൻ നല്ലോണം കുഴിച്ചിടും കേട്ടോ. അതുണ്ടോ, നമ്മൾ ഡാലിയതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നേ ഇപ്പോൾ ഡാലിയ കണ്ടോ, നിറയെ പൂത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് ഇതുണ്ടോ. മെലസ്ട്രോമ ഉണ്ട് ഇവിടെ. ഇതാ മെലസ്ട്രോമയ്ക്ക് വെയിലിൻ്റെ ഇതുകൊണ്ടാണ് തോന്നുന്നത് ഇലയ്ക്കൊരു ഇതുണ്ട് കേട്ടോ, ഉണക്കം. ഇതാ വയലറ്റ് മെലസ്ട്രോമ ഉണ്ടോ, നിറയെ ഉണ്ട് കേട്ടോ. ഇത് സൺഡേ മൺഡേ എന്നുള്ള പൂവാണേ. ഇത് പൂത്ത് കഴിഞ്ഞു കേട്ടോ, കഴിഞ്ഞതാ. ഒരു വയലറ്റ് പൂവ് ഉണ്ടാവുന്നുണ്ട്, പിന്നെ വെള്ള ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഡാലിയ കണ്ടോ, ഇതൊക്കെ നമ്മളെ മഞ്ചേരിക്ക് പോണ വഴി ആനക്കയം എന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയതാ കേട്ടോ, ചെടിക്കടയിൽ നിന്ന്. ഇപ്പം 100 രൂപ, ഇതൊക്കെ 200 250 റുപ്യ അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇത് ബോഗൈൻവില്ല നാടനാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള സീസൺ, പക്ഷെ നല്ല ഭംഗി കേട്ടോ. റോസ് നിൽക്കണ പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പൂക്കൾ എത്ര കണ്ടാലും മതിയാവില്ല. നമ്മൾ രാവിലെ നീച്ചൊക്കെ വന്നിട്ടേ നമ്മളെ മുറ്റത്ത് ഇത്രയും ചെടികളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഇതൊക്കെ പൂത്ത് കൊഴിയാറായിട്ടോ. ഇതൊക്കെ നാടനാണേ, വലിയ മരമാവണതാണേ. അപ്പോൾ നമ്മൾ വെട്ടിയിട്ട് നിർത്തും കേട്ടോ, കുറ്റിയായിട്ട്. അപ്പോൾ നമുക്ക് എത്ര ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വളർത്താം കേട്ടോ. ഇതുണ്ട്, ഇത് നമ്മൾ പെൻസിൽ പൂവ് അറിയും. ഞാൻ പെൻസിൽ പൂവ് എന്ന് അറിയിട്ടോ, എന്താ അതിൻ്റെ ശരിക്കും പേരെന്ന് അറിയില്ല. ഇതിൽ വിത്തുകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇതും നമ്മൾ കുറഞ്ഞ റേറ്റ് ഉള്ളൂ, 50 റുപ്യ 40 റുപ്യൊക്കെ ഉള്ളൂ കേട്ടോ ചെടിക്കടയിൽ. ഇത് നമ്മളെ ഫയറോപ്പാലിൻ്റെ മഞ്ഞ യെല്ലോ കളറ്, നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ പുതിയത് വാങ്ങിയതായിരുന്നു, കുറച്ചായിട്ട് വാങ്ങിയിട്ട്. എന്നിട്ട് കമ്പൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം നല്ല പൂത്ത് വന്നതാണ്. ഇത് ഒരു പിങ്കും വൈറ്റും കൂടി മിക്സ് ആയതാണ്. ഇത് നമ്മൾ 100 റുപ്യ 120 റുപ്യൊക്കെ ആയിട്ടുണ്ട് തയ്യിന് വാങ്ങിയത്. ഇതാ ജമന്തി ഉണ്ടോ, ജമന്തി. ഇത് നല്ല പൂവുണ്ടായിരുന്നു കേട്ടോ, നിറയെ പൂവിട്ടായിരുന്നു ഇവിടെയൊക്കെ. അപ്പം ആ പൂവ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കമ്പൊക്കെ കട്ട് ചെയ്തു. നമ്മളൊരു വണ്ടി പോണ ഒച്ചയാണ് കേട്ടോ. കമ്പൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ തെഴുത്തുണ്ടായിട്ട് നിറയെ മുട്ടിട്ട് പൂവായിപ്പോൾ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ, നിറയെ മുട്ടിട്ടു അങ്ങനെ. പിന്നെതാ ഇത് പിങ്ക്, ഇതൊക്കെ നാടനാണ് കേട്ടോ. കണ്ടോ, നാടൻ വെറൈറ്റിയുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ. കണ്ടോ, നാടൻ വെറൈറ്റിയിൽ പെട്ടതാണ്, ഹൈബ്രിഡൊന്നുമല്ല, അതൊക്കെ നാടനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് വെട്ടി നിർത്തിയതാണിത്. വലിയ മരത്തുമ്മയൊക്കെ കയറ്റണമെങ്കിൽ അങ്ങനെ കയറ്റും ചെയ്യാം. കണ്ടോ, നാടൻ വെറൈറ്റിയാണ് ഇതൊക്കെ. ഇതും നാടനാണ് കേട്ടോ, വൈറ്റ്. ഒക്കെ എവിടുന്നെങ്കിലും നമുക്ക് കമ്പ് കിട്ടുമ്പോൾ കമ്പ് പിടിപ്പിച്ചതാണ് കേട്ടോ. കമ്പ് പിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ ഇട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഞാൻ കമ്പ് പിടിപ്പിക്കൽ എന്നുള്ളത്. അങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ ഈ പിങ്കിൻ്റെ വെറൈറ്റി തന്നെ അത് കേട്ടോ, കമ്പ് പിടിപ്പിച്ച് വെച്ചതാണ്. ഇപ്പോൾ പൂവിട്ടു കേട്ടോ, കണ്ടോ, ചെറിയ പൂക്കൾ വന്നിട്ടുണ്ടോ, അങ്ങനെ പൂവിട്ട് കണ്ടോ. ഇത് നമ്മളെ പൂച്ചെടി പറയും ചിലർ, കൊങ്ങിണി. ചില ഭാഗത്തേക്ക് പല പൂവാണ്, കൊങ്ങിണി പൂവ് എന്നൊക്കെ പറയും. പൂച്ചെടി ആ പൂവാണ്, പിങ്ക്, നല്ല പിങ്ക് അല്ല, റെഡ്, ഡാർക്ക് റെഡായിട്ട്. ഈ ഒരു കളറാണ് ആദ്യം വിരിയുമ്പോൾ വരിക കേട്ടോ, പിന്നെ ഈ ഡാർക്ക് റെഡായിട്ടാണ് വരും. ഇതിൻ്റെ പിങ്കും യെല്ലോയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. പിന്നെ ഈ പൂക്കൾ ഇത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കോഴിപ്പൂവിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. എന്താ പേര് എനിക്ക് ഓർമ്മട്ടില്ല. ഇതിൻ്റെ പേര് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴേ സെലോസിയ ക്രിസ്റ്റാറ്റ എന്നുള്ള പേരാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്താണ് ഇതിൻ്റെ പേര്, വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ. പിന്നെ ഇതൊക്കെ നമ്മളെ സാധാ കാശിത്തുമ്പയാണ് കേട്ടോ, പിങ്ക്. ഇതിൻ്റെ ഒരുപാട് കളറുണ്ട്, തൈകളൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മളെ കാശിത്തുമ്പയാണ് കേട്ടോ. ഇതുണ്ടോ, കാശിത്തുമ്പ അല്ല കേട്ടോ, കനകാമ്പരാണേ. ഇതൊക്കെ ഈ മുല്ലപ്പൂവിൻ്റെ ഒപ്പം കെട്ടിപ്പോവാത്ത ഞങ്ങളാ കാലഘട്ടത്തിൽ ആരും ഉണ്ടാവില്ല. കണ്ടോ, ഇത് നല്ല ഭംഗിയാട്ടോ. അതിപ്പോൾ പൂ കഴിഞ്ഞതാണ് കേട്ടോ. കണ്ടോ, കാശിത്തുമ്പ. അതിൻ്റെ ഒരു മഞ്ഞയുണ്ട്, ഈ ഒരു ഓറഞ്ച് കളറും ഉണ്ട്. അധികം ഇതാണ് നമ്മൾ മുല്ലപ്പൂവിൻ്റെ ഒപ്പം അന്നത്തെ കാലത്ത്. ഇപ്പോൾ കുട്ടികളൊന്നും അങ്ങനെ കെട്ടിപ്പോകുന്നില്ല കേട്ടോ, നമ്മളൊക്കെ അന്ന് കെട്ടിപ്പോയിരുന്നു. ഇത് നമ്മൾ കൊങ്ങിണി എന്ന് പറയുന്ന പൂച്ചെടി എന്നുള്ളതിൻ്റെ അതിൻ്റെ മഞ്ഞ കേട്ടോ, മഞ്ഞ വെറൈറ്റിയാണ്. നമ്മൾ ആദ്യം റെഡ് കാണിച്ചു തന്നില്ലേ,
ഇനി അതിൻ്റെ പിങ്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മളടുത്ത്. ഇത് മഞ്ഞ ആണോ. ഇത് മല്ലികയാണ് കേട്ടോ. അരിമല്ലിക. അതാ കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ളതാണ് കേട്ടോ. ഓറഞ്ച് കളറ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇങ്ങനെ വിത്തായിട്ട് വരുന്നുണ്ട് കണ്ടോ. ഇത് ചെറിയൊരു സൈസ് മല്ലിക. നല്ല വലിയ ഉണ്ട മല്ലിക ഉണ്ടായിരുന്നു കേട്ടോ ഓണത്തിനൊക്കെ പൂവിടണേ. അതൊക്കെ പൂക്കൾ കഴിഞ്ഞു പോയി. ഇതുണ്ടോ കുറഞ്ഞ മഞ്ഞ. അത് ഇങ്ങനത്തെ ആണെങ്കിലും ഇത് നിറയെ വിരിഞ്ഞിക്കണമെങ്കിലും കുറേ ചെടിയുള്ള മാതിരി തോന്നും. പിന്നെ ഇത് നമ്മളതുണ്ടോ പൂച്ചെടിപ്പൂവ്, കൊങ്ങിണിപ്പൂവ് എന്ന് പറഞ്ഞേ ആ റെഡ് കാണിച്ചെന്നില്ലേ, അതിൻ്റെ പിങ്ക്. ഇതുണ്ടോ ഇങ്ങനെയാണ് ആദ്യം വരിക കേട്ടോ. ഒരു ഓറഞ്ചും റെഡും കൂടിയ കളറായിട്ട് പിന്നെ അത് ലാസ്റ്റ് ഇങ്ങനെ ഒരു പിങ്കായിട്ട് വരും. നല്ല ഭംഗിയുള്ള കളറാട്ടോ. പക്ഷെ ഇതിൻ്റെ കമ്പ് പിടിച്ച് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്, ഇതിൻ്റെ കമ്പ് പിടിക്കാൻ. അപ്പോൾ ഇതിൻ്റെതാ വേറെ തന്നെ കളർ. ഇതാ മഞ്ഞ നമ്മൾ കാണിച്ചെന്നില്ലേ ആ മഞ്ഞ. പിന്നെ ഇത് ആദ്യം കാണിച്ചെന്ന് റെഡ്. ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നിറയെ പൂത്ത് നിന്നാൽ ഈ ഒരു ചെടി മതി, അത്രയും പൂക്കൾ ഉണ്ടാവും. ഇതിപ്പോൾ കമ്പ് കട്ട് ചെയ്ത് നിർത്തിയതാണ് കേട്ടോ. ഇനി തെഴുത്ത് വന്നിട്ട് നല്ലോണം പൂക്കൾ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.